ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് പാലട മിക്സ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ പാലിന് പകരം തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. ചിലർക്ക് പാൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അവർക്ക് പറ്റിയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടി പാലട മിക്സ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ പാക്കറ്റ് 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യണത് പൊടിയാണ്, തേങ്ങാപ്പാൽ പൊടിയാണ്. മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലാത്ത കാരണമാണ് ഞാൻ മിൽക്ക് പൗഡർ എടുക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പാക്കറ്റിൻ്റെ പിന്നിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ എത്ര പാൽ വേണമെന്നൊക്കെ. ഞാൻ പാലിന് പകരം തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കണക്ക് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എല്ലാവർക്കും പാലിൻ്റെ രുചി ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാലാണ് ഏറ്റവും ബെസ്റ്റ്. തേങ്ങ ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 1.5 ലിറ്റർ തേങ്ങാപ്പാലാണ് വേണ്ടിയത്. അപ്പോൾ അത്രയും പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തേങ്ങാപ്പൊടിയുടെ കണക്കെന്ന് പറയുന്നത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂണ് പൊടി വേണം, എന്നാലാണ് തിക്കായിട്ടുള്ള പാല് കിട്ടുക. അപ്പോൾ ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത്രയും പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യമുള്ള പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്, അല്ലാണ്ട് പച്ചവെള്ളത്തിലല്ല. നല്ല തിളച്ച വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ആക്കിയെടുക്കുക. അതിന് ശേഷമാണ് പിന്നെ 1.5 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അല്ലാണ്ട് ആദ്യം തന്നെ എല്ലാം 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പൊടി നമുക്ക് ഇത്രയ്ക്കും മിക്സായി കിട്ടില്ല. അപ്പം ഞാനിതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സാക്കി എടുക്കുന്നത്. പിന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനൊരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ചൂടുവെള്ളത്തിലാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പാലട മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ എല്ലാതും ഉണ്ടാവും, ഷുഗറും പിന്നെ ഏലക്കയുടെ ഫ്ലേവറും എല്ലാതും ഇതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായി ഇനി ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇനി ഇത് വെന്ത് വരട്ടെ കേട്ടോ. അപ്പം നമുക്കിത് വെന്ത് വരണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഈ 1.5 ലിറ്റർ തേങ്ങാപ്പാലിൽ അട നന്നായി കുറുകും. അപ്പം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ചില അടക്ക് അനുസരിച്ച് അത് കുറുകും. ചില അട പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പം ഇതൊരു 10-20 മിനിറ്റ് 25 മിനിറ്റ് പിടിച്ചിട്ടുണ്ട്. ചിലതൊരു 30 മിനിറ്റ് വരെ വേവാൻ സമയമെടുക്കും. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. പിന്നെ ഈ ഒരു പാലട മിക്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഈ തേങ്ങാപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് രുചി വ്യത്യാസം ഉണ്ടാവുള്ളൂ. തേങ്ങാപ്പാലിനെക്കാട്ടിയും കുറച്ച് രുചിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തേങ്ങാപ്പാലാണെങ്കിൽ വളരെ നല്ലത്. കിട്ടാത്തവർക്ക് ഇത് ഉപയോഗിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൽ ഞാൻ പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര കാരമൽ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് നല്ലൊരു പിങ്ക് കളർ കിട്ടും. ഇപ്പം നമ്മുടെ പാലടൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും നമുക്ക് പായസത്തിലേക്ക്. അപ്പോൾ പായസത്തിൽ ഉപ്പ് ചേർക്കാത്തവർ ഒന്ന് ലേശം ഒരു ഉപ്പ് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പായസത്തിൽ പാലട കടിക്കുമ്പോൾ നന്നായി വെന്തിരിക്കണം. അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ പായസം ഇവിടെ നന്നായി കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കുറുക്കം വേണ്ടാത്തവർക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് പായസം കുറച്ച് ലൂസിൽ കുടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസും കൂടി. കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടായിരുന്നു, അതാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇത് ഇരിക്കും തോറും നല്ല കുറുക്കായിട്ട് വരും. അപ്പോൾ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയാവും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കാരമൽ ചെയ്ത് വയ്ക്കുകയാണ്, പഞ്ചസാര, നമ്മൾ പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ 1 ടീസ്പൂണ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അത്ര മതിയാവും. നമ്മൾ പഞ്ചസാര ഒക്കെ നമ്മുടെ പായസത്തിലുണ്ട്. അപ്പം നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മധുരം എത്രയാണ് അതിനനുസരിച്ച് എടുത്താൽ മതി. ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊരു കട്ട പിടിച്ച പോലെ ഇരിക്കും. ഇനി നമ്മളുടെ ആ ഇപ്പോൾ പഞ്ചസാര കാരമൽ ചെയ്തതിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പഞ്ചസാര ഒക്കെ അലിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് നെയ്യാണ്. നെയ്യിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പായസം റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് പാല് വെച്ചിട്ടുള്ള പാലട പായസം. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പം ഇനി ഈ പെരുന്നാളിന് പായസം ഉണ്ടാക്കണവർ ഒരു പാക്കറ്റ് പാലട മിക്സ് വാങ്ങിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. എളുപ്പം തന്നെ പണി കഴിയും ചെയ്യും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.